തയ്യാറായിട്ടുണ്ട്. 1 കിലോ അരിക്ക് എങ്ങനെയാണ് ബിരിയാണി വീട്ടിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞുതരൂ. 1 കിലോ അരിക്ക് നമ്മൾ 1 കിലോ ഇറച്ചി വാങ്ങുക. ഓക്കെ, 1 കിലോ അരിക്ക് 1 കിലോ മട്ടൺ ഇറച്ചി. ആ 1 കിലോ ഇറച്ചിക്കകത്ത് നമ്മൾ 700 ഗ്രാം സവാള എടുക്കും. 700 ഗ്രാം. 700 ഗ്രാം. ശ്രദ്ധിക്കുക, 1 കിലോ അരിക്ക് 1 കിലോ മട്ടൺ, 700 ഗ്രാം സവാള. അതിൽ 200 ഗ്രാം മാറ്റി വെച്ചിട്ട് 500 ഗ്രാം അരിഞ്ഞ് ഇറച്ചിക്കകത്ത് ഇറക്കും. 200 ഗ്രാം മാറ്റി വെക്കുക, 500 ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇറച്ചിയിൽ ചേർക്കും. 200 ഗ്രാം ചെറിയ ഉള്ളി. 200 ഗ്രാം ചെറിയ ഉള്ളി. ഓക്കെ, അപ്പോൾ 700 ഗ്രാം സവാള എടുക്കുക, അതിൽ 200 ഗ്രാം മാറ്റി വെച്ചിട്ട് 500 ഗ്രാം അരിഞ്ഞ് ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇറച്ചിയിലൂടെ ചേർക്കാൻ വേണ്ടി ചേർക്കുക. അതിനുശേഷം 200 ഗ്രാം കൊച്ചുള്ളി. പിന്നെ നമ്മൾ 75 ഗ്രാം പച്ചമുളക്. 75 ഗ്രാം പച്ചമുളക്. പച്ചമുളക് ചെറുതായിട്ട് അരിയണ്ടല്ലോ, വേണ്ട, അത് ഫുള്ളായിട്ട് കീറിയോ അല്ലെങ്കിൽ മുഴുവനാണ്. രണ്ടായിട്ട് കീറിയോ മുഴുവനായിട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പിന്നെ 2 കഷ്ണം ഇഞ്ചി. 2 കഷ്ണം ഇഞ്ചി. ഇഞ്ചി ചതച്ചതാണോ? ഇഞ്ചി ചതച്ചത്. ഓക്കെ, ഇഞ്ചി ചതച്ചെടുക്കുക. ഒരു 3 കഷ്ണം വെളുത്തുള്ളി. 3 കഷ്ണം വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 200 ഗ്രാം 1 കിലോ അരിക്ക് നമ്മൾ 200 ഗ്രാം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ സവാളയും ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് വരട്ടിയെടുക്കുക. ഓക്കെ, വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു 1/4 പാവാകുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടി ലേശം ഇടുക. ഓക്കെ, ഇട്ടതിന് ശേഷം നമ്മൾ ഇറച്ചി കഴുകി അതിനകത്ത് ഇടുക. ഇറച്ചി വേവാനുള്ള പാവത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് നന്നായി തിളച്ച് നല്ലൊരു ഇളക്കി അത് വെന്തതിന് ശേഷം നമ്മൾ മസാല ഐറ്റങ്ങൾ ഇടുക. മസാല നേരത്തെ പറഞ്ഞതുപോലെ 7 ഐറ്റമാണ് ഒരുമിച്ച് ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അത് പെരിഞ്ചീരകം, ഷാജീരകം, ഏലക്ക, ജാതിക്ക, ഗ്രാമ്പു, പട്ട, ജാതിപ്പത്തിരി, ഇത്ര ഐറ്റമാണ് നമ്മൾ മേടിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ഇട്ടു നല്ലത് ഇളക്കുക. 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇട്ട് ഇളക്കിയതിന് ശേഷം ഇറച്ചി വെന്തതിന് ശേഷം അതിൽ നിന്നും വെള്ളം ഊറി വരും. വെള്ളമല്ല, ഈ ഇറച്ചിയുടെ ഒക്കെ അല്ല, അത് ഊരം നെക്കിയെടുക്കുക. മാറ്റിയെടുത്ത ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് പാകത്തിന് ഇട്ട് ഇപ്പം നേരത്തെ ഇട്ടതുപോലെ ക്യാബേജ്, മല്ലിക്കീര, ചക്ക. ആദ്യം ഇട്ട സാധനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, കുറെ നമ്മൾ സാധനങ്ങൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്നു. ആ സാധനങ്ങളാണ് നുറുക്ക ചേർക്കാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞത്. കാരണം ക്യാരറ്റ്, ക്യാബേജ് അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞത്, ഒപ്പം പൈനാപ്പിള്, പുതിനയില, അതുപോലെ തന്നെ മല്ലിയില, അതെല്ലാമാണ് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത്. ഒപ്പം മറക്കാതിരിക്കേണ്ട ഏറ്റവും അവസാനം നമ്മൾ ചേർത്ത ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ, ആദ്യം കശുവണ്ടിയും മുന്തിരിയും അതുപോലെ തന്നെ സവാളയും നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചിരുന്നു. അതും ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മാത്രം ചേർത്താൽ മതി അല്ലേ? കുറച്ച് മാത്രം ചേർക്കുക, കുറച്ച് മാറ്റി വെച്ചേക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അരി നല്ലതുപോലെ 4 വെള്ളത്തിൽ കഴുകി അരമണിക്കൂർ മാറ്റിവെച്ചതിന് ശേഷം വെള്ളം തോർത്തിയെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് അരി വേവുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് 1 കിലോ അരി അതിനെക്കാട്ടി മുമ്പ് വേവാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ, ശരി. 1 കിലോ അരി വേവുന്ന തരത്തിലാകുമ്പോൾ ആ അരി എടുത്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടുമായിട്ട് മിക്സ് ചെയ്ത് ഇതാക്കാം. മിക്സ് ചെയ്യേണ്ട പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുക്കറി ബുക്കിലേക്ക് പകർത്തി വെക്കുക. ഇനി മിക്സ് ചെയ്യാനുള്ള കാര്യം കണ്ട് പഠിക്കുക. നമ്മൾ മട്ടൺ ബിരിയാണിയിൽ ഉപ്പിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മസാല ചേർക്കാനുള്ള സമയം. ഇനി എന്ത് മസാല ചേർക്കുന്നത്? മസാല ചേർക്കുന്ന ഇത് പെരിഞ്ചീരം, ഷാജീരകം,